നമസ്കാരം. യുക്രൈൻ അധിനിവേശം 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ സൈന്യത്തിനുള്ളിൽ കമാൻഡർമാർ നടത്തുന്ന കൊടും ക്രൂരതകളുടെ ഭയാനകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. BBC പുറത്തുവിട്ട പുതിയ ഡോക്യുമെന്ററിയിൽ മുൻ റഷ്യൻ സൈനികർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആധുനിക യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ അധ്യായങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. BBC തയ്യാറാക്കിയ ദി സീറോ ലൈൻ ഇൻസൈഡ് റഷ്യസ് വാർ എന്ന ഡോക്യുമെന്ററിയിലാണ് മുൻ സൈനികർ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സ്വന്തം സൈനികരെ വധിക്കുന്നതിനെ സൈനിക ഭാഷയിൽ സീറോയിങ് എന്നാണ് വിളിക്കുന്നത്. യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയ 20 പേരെ വെടിവെച്ച് കൊന്ന ശേഷം ഒരു കുഴിയിൽ തള്ളിയിരിക്കുന്നത് കണ്ടതായി ഡിമ എന്ന മുൻ സൈനികൻ വെളിപ്പെടുത്തി. അവർ ആ 20 പേരെ കൊണ്ടുവന്നു. അവരുടെ ബാങ്ക് കാർഡുകൾ കൈക്കലാക്കി അവരെ കൊന്നുകളഞ്ഞു. ഒരാളെ ഇല്ലാതാക്കുക എന്നത് അവിടെ വലിയ പ്രശ്നമല്ല. അതിനായി ഒരു റിപ്പോർട്ട് ചമച്ചാൽ മാത്രം മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ സൈന്യത്തിന്റെ പക്കലുള്ള ആയുധങ്ങളും ഡ്രോണുകളും തീർക്കുന്നതിനായി റഷ്യൻ സൈനികരെ തിരമാലകൾ പോലെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയാണിത്. 3 ദിവസത്തിനുള്ളിൽ തന്റെ റെജിമെന്റിലെ 200 പേർ കൊല്ലപ്പെട്ടതായി 27-കാരനായ ഡെനിസ് പറയുന്നു. ആയുധങ്ങൾ പോലും ഇല്ലാതെയാണ് പലപ്പോഴും സൈനികരെ ഇത്തരം ചാവേർ ദൗത്യങ്ങൾക്ക് അയക്കുന്നത്. ഉത്തരവുകൾ അനുസരിക്കാത്തവരെ മരത്തിൽ കെട്ടിയിടുക, അവരുടെ മേൽ മൂത്രമൊഴിക്കുക, വൈദ്യുതാഘാതം ഏൽപ്പിക്കുക, ഭക്ഷണം നൽകാതെ കുഴികളിൽ അടച്ചിടുക തുടങ്ങിയ ക്രൂരതകൾ ഇവിടെ പതിവാണെന്ന് ഇല്യ എന്ന മുൻ അധ്യാപകൻ വെളിപ്പെടുത്തി. ഇത്തരം പീഡനങ്ങൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുമുണ്ട്. കഴിഞ്ഞ മാസവും ക്രൂരമായ പീഡനത്തിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിശൈത്യത്തിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് മരത്തിൽ തല കീഴായി കെട്ടിത്തൂക്കിയ നിലയിലുള്ള ഒരു സൈനികന്റെ ദൃശ്യങ്ങളായിരുന്നു അന്ന് പുറത്തു വന്നത്. ഒരു സൈനികനെ കൊടും തണുപ്പിൽ ഐസ് തിന്നാൻ നിർബന്ധിക്കുന്നതും കമാൻഡർമാരുടെ ഭാഗത്തു നിന്നും മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ മാസം അവസാനത്തോടെ പുറത്തു വന്നത്. യുദ്ധമുഖത്ത് അടുത്തിടെ നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. തണുത്തു പറിച്ച് ഭയചകിതരായി നിൽക്കുന്ന സൈനികൻ വിൻ്റർ യൂണിഫോം ഊരിമാറ്റിയ നിലയിലായിരുന്നു. നിങ്ങൾ ജോലി ചെയ്യണം, ഒഴിഞ്ഞു മാറരുത്, എവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് കമാൻഡർ ഒരു സൈനികനോട് രോഷത്തോടെ ചോദിക്കുന്നതും ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന് സൈനികൻ കേഴുന്നതുമായിരുന്നു പുറത്തു വന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഐസ് കെട്ട വായിലേക്ക് തിരികെക്കൊണ്ട് കമാൻഡർ രോഷാകുലനായി അസഭ്യം വിളിക്കുന്നതും അന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ആക്രമണങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനായിരുന്നു ഈ ശിക്ഷയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. റഷ്യൻ സൈന്യത്തിലെ കമാൻഡർമാർ പുതിയ പീഡനമുറകൾ നടപ്പിലാക്കിയാണെന്ന് യുക്രൈൻ മാധ്യമങ്ങളായ ബുട്സോവ് പ്ലസ്, വാർ ആർക്കൈവ്, നെവ്സോറോവ് ടെലിഗ്രാം ചാനൽ എന്നിവ ആരോപിച്ചിരുന്നു. റഷ്യ ആളുകളെ കന്നുകാലികളാക്കി മാറ്റുകയാണ്, കാരണം മൃഗങ്ങൾ മാത്രമേ ഒന്നും മിണ്ടാതെ ഉത്തരവുകൾ അനുസരിക്കൂ എന്നായിരുന്നു ബുട്സോവ് പ്ലസ് അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ വ്ളാദിമിർ പുടിന്റെ സേനയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ 2-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചതിനേക്കാൾ കൂടുതലാണെന്ന് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഏകദേശം 12.5 ലക്ഷം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. ഓരോ മാസവും 40,000 സൈനികർ നഷ്ടപ്പെടുമ്പോൾ റഷ്യയ്ക്ക് പുതുതായി കണ്ടെത്താൻ കഴിയുന്നത് 35,000 പേരെ മാത്രമാണ്. സൈന്യത്തിലെ ക്രൂരതകൾ പുറത്തു വന്നതോടെ ആരും യുദ്ധത്തിന് പോകാൻ തയ്യാറാവാത്ത അവസ്ഥയാണ്. അതേസമയം യുദ്ധത്തിന്റെ 4-ാം വാർഷികത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുടിനെ പരിഹസിച്ചു. 72 മണിക്കൂർ കൊണ്ട് കീവ് പിടിക്കുമെന്ന് പറഞ്ഞ പുടിന്റെ വാഗ്ദാനം 4 വർഷമായിട്ട് നടപ്പിലായില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയുമാണ്. ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് യുക്രൈന് ആണവായുധങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുവെന്ന് SVR എന്ന റഷ്യൻ ചാര സംഘടനയുടെ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സംവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിലെ പീഡനങ്ങൾ കേവലം അച്ചടക്ക നടപടികളല്ല, മറിച്ച് മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ തെളിയിക്കുന്നു. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയവർ കമാൻഡർമാരുടെ ക്രൂരതയ്ക്കിരയായി സ്വന്തം തോക്കിന് മുന്നിൽ വീഴുന്ന ദയനീയ കാഴ്ചയാണ് റഷ്യൻ പാളയത്തിൽ നിന്നും പുറത്തു വരുന്നത്.